ഹായ് മക്കളെ, ഫൈസൽ സാറാണ്. നമ്മുടെ പത്രത്തിൽ വന്ന ഒരു ന്യൂസ് ഉണ്ട്. ഇപ്പോൾ 9ാം ക്ലാസ് പഠിക്കുന്ന എല്ലാ മക്കളും നിർബന്ധമായിട്ട് വായിച്ചിരിക്കേണ്ട കാര്യമാണ്. ഞാൻ ജസ്റ്റ് അതിൻ്റെ ഒരു ഹെഡിങ് പറഞ്ഞിട്ട് ഡീറ്റെയിൽ എന്താന്ന് പറഞ്ഞുതരാം. തുടർ മൂല്യ നിർണയ മാർക്ക് തുണയ്ക്കുന്ന അവസാന SLC പരീക്ഷ ഈ വർഷമാണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാര്യം മനസ്സിലായിട്ടില്ല എന്നുള്ളത് എനിക്കറിയാം. ഈ വർഷത്തെ SLC എന്ന് വെച്ചാൽ നിങ്ങളുടെയൊക്കെ സീനിയേഴ്സ് ഇപ്പോൾ SLC എഴുതുന്നുണ്ടല്ലോ, ഈ ഒരു വർഷം മാത്രമായിരിക്കും CE മാർക്ക് പരിഗണിക്കുന്ന ഒരു വർഷമായിട്ടുണ്ടായിരിക്കുക എന്നുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, 10ാം ക്ലാസ്സിലേക്ക് എത്തുന്ന സമയത്തും 9ാം ക്ലാസ്സിലേക്ക് എത്തുന്ന സമയത്തൊക്കെ 80 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിലാണെങ്കിൽ 20 മാർക്കിന്റെ CEയും, അതുപോലെ തന്നെ 40 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിലാണെങ്കിൽ 10 മാർക്കിന്റെ CEയും ഉണ്ടായിരിക്കും. ഈ ഒരു മാർക്ക് നമ്മളെ ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യാറുണ്ട്. അഥവാ പഠനത്തിൽ വളരെ പിന്നോക്കം നിൽക്കുന്ന മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ CE മാർക്കിന്റെ കൂടെ തന്നെ 4ഓ 8ഓ മാർക്ക് സ്കോർ ചെയ്തിട്ട് സാധാരണ SLC ഒക്കെ പാസ്സാവാൻ പറ്റും. അവർക്കൊരു D+ എന്ന് പറയുന്ന ഗ്രേഡിലേക്ക് എത്താൻ പറ്റും. അവർ വിജയിച്ചു പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഉണ്ടാവാറുള്ളത്. പക്ഷേ ആ ഒരു സിറ്റുവേഷൻ ഈ ഒരു വർഷത്തോട് കൂടെ എൻഡ് ചെയ്യാണ്. അടുത്ത വർഷം അഥവാ നിങ്ങൾ 10ാം ക്ലാസ്സിലേക്ക് കയറുന്ന സമയത്ത് നിങ്ങൾക്ക് ഇനി ആ ഒരു CE മാർക്കിനെ ബേസ് ചെയ്തിട്ട് SLC പാസ്സാവാൻ പറ്റില്ല. മിനിമം 30% അഥവാ 80 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിലും 40 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിലും നിങ്ങൾ എഴുതിയിട്ട് 30% മാർക്ക് സ്കോർ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് SLC പാസ്സാവാൻ പറ്റുള്ളൂ. ഇതിന്റെ ഒരു എഫക്റ്റ് എന്ന് പറയുന്നത് മക്കളെ ആലോചിച്ച് നോക്കുക. ഇപ്പോഴത്തെ എഫക്റ്റ് നമ്മളെല്ലാം പറയുന്നത് A+കളുടെ എണ്ണം കുറയുമെന്നുള്ളത് മാത്രമാണെങ്കിൽ അടുത്ത വർഷം നേരിടാൻ പോകുന്ന പ്രശ്നം എന്തായാലും തോൽവികളുടെ എണ്ണം കൂടാനും സാധ്യതയുണ്ട്. മക്കളൊന്ന് ആലോചിച്ച് നോക്കിക്കടാ. നിങ്ങളുടെ ഇയറിനെ കുറിച്ചാണ് ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ഒരു വർഷത്തിന് എൻഡിൽ ഇവർ ഈ ഒരു കാര്യം പറഞ്ഞു എന്നുള്ളത് കൊണ്ട് തന്നെ അടുത്ത വർഷം ഇതിൽ വലിയ മാറ്റങ്ങളൊന്നും വരാൻ സാധ്യതയില്ല. സോ മക്കളെ, അടുത്ത കൊല്ലം മക്കൾ 10ാം ക്ലാസ്സിലേക്ക് കയറുകയാണ്. ആ 10ാം ക്ലാസ്സിനെ നിങ്ങൾ ആദ്യം മുതലേ കൃത്യമായിട്ട് പഠിച്ചില്ല എങ്കിൽ A+ കിട്ടുമോ എന്നതിൽ സംശയം മാത്രമല്ല, ചിലപ്പോൾ തോറ്റുപോകാനുള്ള സാധ്യത വരെ മക്കൾക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് മക്കളെ, ആദ്യം മുതൽ തന്നെ 10ാം ക്ലാസ്സിൽ നിങ്ങൾ തുടങ്ങിയിരിക്കണം. സാറേ, ഇതൊക്കെ കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് പേടിയൊക്കെ വരുന്നുണ്ട്, ഞങ്ങൾ എങ്ങനെയാ തുടങ്ങാൻ ചോദിക്കാണെന്നുണ്ട് മക്കളെ. നമ്മുടെ അസ്ത്ര ബാച്ച് നമ്മൾ ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ 9ാം ക്ലാസ്സിന്റെ എക്സാം കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ അസ്ത്ര ബാച്ചിൽ ക്ലാസ്സുകളെല്ലാം സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോഴാണെങ്കിൽ നിങ്ങൾക്ക് വേഗം തന്നെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഓഫറൊക്കെ ഉണ്ട്. അതോടുകൂടെ നിങ്ങൾക്ക് 10% ഓഫറോട് കൂടെ സൈലത്തിന്റെ അസ്ത്ര ബാച്ചിൽ ജോയിൻ ചെയ്യാം. അതിലേക്ക് ജോയിൻ ചെയ്താലുള്ള കാര്യങ്ങളൊക്കെ മക്കൾക്ക് അറിയാവോ? നമ്മുടെ ഇൻസ്റ്റാലേണ്, മൈൻഡ് മാപ്പ്, DPP എക്സാംസുകൾ, കൂടാതെ തന്നെ ലൈവ്സ്, റെക്കോർഡ് ലൈവ്സ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് മക്കൾക്ക് കിട്ടും. ആദ്യം മുതൽ തന്നെ കറക്റ്റ് ഷെഡ്യൂൾ ചെയ്തിട്ട് മക്കൾക്ക് പഠിച്ചു തുടങ്ങാൻ പറ്റും. നമ്മൾ പല ആളുകളും ചിന്തിക്കുന്ന പരിപാടി എന്തായാലും ഇപ്പം തന്നെ ഒന്നും വേണ്ട, ഏറ്റവും അവസാനത്തിലേക്ക് പഠിക്കാന്നുള്ള. മക്കളെ, 9ാം ക്ലാസ് പോലെയൊന്നുമല്ല ഇപ്പോഴത്തെ പുതിയ മാറി വന്നിട്ടുണ്ട് ടെക്സ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ്സിൻ്റെത്. ആദ്യം മുതൽ ഡീറ്റെയിൽ ചെയ്ത് പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രമേ അതിൽ സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. കൂടാതെ തന്നെ ഇതിൽ പറയുന്ന മറ്റൊരു കാര്യം കൂടെ ഉണ്ട്, അതുകൂടെ ഞാൻ സൂചിപ്പിക്കണം എന്ന് വിചാരിക്കുകയാണ്. ഈ വർഷം മുതൽ തന്നെ SLC പരീക്ഷയുടെ ചോദ്യ നിലവാരം ഉയർത്തിയിട്ടുണ്ട്. അനായാസം എഴുതാൻ കഴിയുന്ന വിധമുള്ള 30% ചോദ്യങ്ങൾ, എന്ന് വെച്ചാൽ ഈസി ക്വസ്റ്റ്യൻസ് 30% ഉണ്ടായിരിക്കുക. 50% ചോദ്യങ്ങൾ ശരാശരി ഒരു ആവറേജ് ക്വസ്റ്റ്യൻസ് 50% ഉണ്ടായിരിക്കുക. 20% ചോദ്യങ്ങൾ മനസ്സിരുത്തി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് യുക്തിസഹമായി ഉത്തരം എഴുതാൻ പറ്റുന്നത്. എന്ന് വെച്ചാൽ 20% ചോദ്യങ്ങൾ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ടഫായിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയായിരിക്കും. ഈ ചോദ്യങ്ങൾ മനസ്സിരുത്തി വായിക്കുന്ന മക്കൾ എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് സബ്ജക്റ്റിനെ അറിയുന്ന, കൃത്യമായിട്ട് ടോപ്പിക്കുകൾ അറിയുന്ന മക്കൾക്ക് മാത്രമാണ് അവിടെ ഉത്തരം എഴുതാൻ പറ്റുക. സോ ഏറ്റവും അവസാനം നമ്മൾ പഠിച്ചാൽ നമുക്കത് കഴിയുമോ? ഇല്ല, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചിട്ട് വേഗം തന്നെ അസ്ത്ര ബാച്ചിൽ ജോയിൻ ചെയ്തോ. ഞങ്ങളെല്ലാവരും അവിടെ ഉണ്ടായിരിക്കും. നമുക്ക് ആദ്യം മുതൽ തന്നെ പഠിച്ചു തുടങ്ങാം. ഞാനിത് ഇപ്പോഴേ പറയാണ്, നമ്മുടെ 10th മക്കളെല്ലാം ജോയിൻ ചെയ്യുന്നതിന് മുമ്പേ പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ, നിങ്ങളുടെ ഹാഫ് ഇയറിലേക്ക് ആവുന്ന സമയത്ത് മക്കൾ പറയുന്നൊരു കാര്യമുണ്ട്, സാറേ ഒന്ന് ആദ്യമേ ഇതൊക്കെ ഒന്ന് പറഞ്ഞുകൂടായിരുന്നോ സാർ, ഞങ്ങൾ ഒന്നും കൂടെ നേരത്തെ തുടങ്ങായിരുന്നല്ലോ എന്നുള്ളത് ഈ വർഷം തുടങ്ങുമ്പോഴേ പറയുകയാണ്. സോ ഈ ഒരു അവസരം ഒരിക്കലും കളയരുത്. വേഗം തന്നെ നമ്പറിലേക്ക് വിളിച്ചിട്ട് ജോയിൻ ചെയ്യുക. നമുക്കവിടെ അസ്ത്ര ബാച്ചിൽ കാണാം. ഒരു പേടിയും പേടിക്കേണ്ട. അസ്ത്ര ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്തോ, ഞങ്ങളെല്ലാം അവിടെ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. നമുക്ക് അവിടെ സെറ്റാക്കി മാറ്റാം.